ഇന്ന് നമുക്ക് അങ്ങേറ്റത്തെ ഒരു ദ്വീപിലൊരു ഐറ്റം പിടിച്ചാലോ? അതെ, നമ്മളെ ലക്ഷദ്വീപുകാരുടെ കിലാഞ്ചി. ട്രഡീഷണലായിട്ട് ഉരുളിയിലൊക്കെയാണ് ഉണ്ടാക്കുക. പക്ഷെ നമുക്ക് ഉരുളിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കുള്ള സംഭവം വെച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ട് അപ്പോൾ പച്ചരി 2 മണിക്കൂർ കുതിർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു മുട്ടയും കൂടി ഉടച്ചൊഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. തരി ഇല്ലാതെ നല്ലോണം അരച്ചെടുക്കണം കേട്ടോ. തരി ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കണം. അപ്പം ഞാൻ അരിച്ച സമയത്ത് തരിയൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അരിച്ചെടുത്തതില്ല കേട്ടോ. നമുക്കതേ നല്ല ലൂസായിരിക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല കട്ടില്ലാതെ കിട്ടണം നമ്മൾ ചൂടുന്ന സമയത്ത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരു ഫ്രൈ പാൻ വെക്കാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉരുളിയിലാണ് ഇവിടെ ഉണ്ടാക്കില്ല, നമുക്ക് ഉരുളിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫ്രൈ പാൻ വെച്ച് ഉണ്ടാക്കിയെന്നുള്ളൂ. പക്ഷേ സംഭവം പൊള്ളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കിലാഞ്ചി വെന്ത് വന്നിട്ടുണ്ട്. ഇത് മടക്കിന് ട്രഡീഷണൽ രീതിയൊക്കെ ഉണ്ട്. എനിക്കറിയാവുന്ന പോലെ ഞാൻ ഒന്ന് മടക്കി നോക്കി. ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ അത് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഉണ്ടാക്കിയ സമയത്ത്. അപ്പോൾ എല്ലാം മസ്റ്റ് ട്രൈ ചെയ്ത് വെക്കേണ്ട ഐറ്റമാണ് കേട്ടോ. നമ്മുടെ കിലാഞ്ചി റെഡി ആയിട്ടുണ്ട്. അതേപോലെ ഞാൻ എല്ലാം മാവും ജസ്റ്റ് ഒന്ന് വെച്ച് ഇതിങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റമാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടവും. നമുക്ക് ഇതിലേക്ക് ഒരു പാല് റെഡിയാക്കുക. അതിനായിട്ട് ഞാൻ നാളികേരപ്പാൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ശർക്കര നല്ലോണം ഇടിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നല്ലോണം ഇളക്കി മിക്സ് ആക്കിയിട്ട് ആ പാലും ശർക്കര ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് നമുക്ക് ഈ ചെറുപഴം ഉണ്ടല്ലോ, മൈസൂർ പഴം ചെറുപഴം എന്നൊക്കെ പറയുമല്ലോ, ആ പഴം ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ പാലിലോട്ട് ഇളക്കിയിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. നമുക്ക് കിലാഞ്ചി എങ്ങനെ കഴിക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു കിലാഞ്ചി മടക്കി വെച്ച കിലാഞ്ചി ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഈ പാലും പഴം മിക്സ് ചെയ്ത അതുണ്ടല്ലോ ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് ഒഴിച്ചിട്ട് നമുക്ക് കഴിക്കാട്ടോ. കുറച്ച് പാല് ഇതിൻ്റെ മേലെ കൂടെ ഒഴിച്ചിട്ട് ഒരു പഴം കൂടിയും കട്ട് ചെയ്ത് ഇട്ടിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലായിടത്തും ട്രൈ ചെയ്ത് വെക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.